ഹലോ, നല്ല നമസ്കാരം. പരാശക്തി തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള 1960-കളിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തെ ആസ്പദമാക്കി സുധാ കൊങ്കര ഒരുക്കിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് പരാശക്തി. ഒരു വാക്കിൽ പറഞ്ഞാൽ നല്ല ഊഞ്ഞ സിനിമ എന്ന് പറയാം. എന്താ പറയുക, ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴ് എന്ന ആ പഴയ മുദ്രാവാക്യത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ആ ചിത്രം അണ്ണാ സയ്യേഴൻ്റെ തമ്പിയായ ചെല്ലൈ ദുരൈ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സമാധാനപ്രിയനായിട്ടുള്ള ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടുള്ള സെയിൻ ജോലി ആവശ്യത്തിനായി ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുന്നു. ആ പ്രക്രിയയിൽ ശ്രീലീലയുമായിട്ട് പ്രണയത്തിലാവുകയും എന്നാൽ മറുവശത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭാഷയ്ക്കെതിരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദിക്ക് എതിരെ തെരുവിലിറങ്ങുന്ന പോരാടുന്ന അനിയൻ ചെല്ലൈ ദുരൈ, അനിയന് സംഭവിക്കുന്ന ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തത്തെ ചേട്ടൻ തൻ്റെ ഭാഷാപരമായ നിലപാടും വിചിന്തനം ചെയ്തുകൊണ്ട് സമരത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ശക്തമായിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട് വളരെയധികം ശിവകാർത്തികൻ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ നട്ടെല്ല് അദ്ദേഹം തന്നെയാണ്. ആദ്യ പകുതിയിൽ ജോളിയായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായും രണ്ടാം പകുതിയിൽ വൈകാരികമായിട്ടുള്ള ഒരു മാറ്റങ്ങളിലൂടെ ആണ് അദ്ദേഹം കടന്നു പോകുന്നത്. പോരാളിയായും അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അമരൻ എന്ന ചിത്രത്തിന് ശേഷം ഇമോഷണൽ രംഗങ്ങൾ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് എസ് കെ കാഴ്ചവെച്ചിരിക്കുന്നത്. സമാധാനപ്രിയ മനുഷ്യനിൽ നിന്നും വിപ്ലവകാരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം വളരെയധികം അതിശയിപ്പിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ രവി മോഹൻ ഒരു വില്ലനായി ജയൻ രവി വിസ്മയിപ്പിച്ചു. ഡൽഹിയിൽ നിന്നുള്ള ക്രൂരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം പകർന്നാടിയായിരുന്നു. കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം, ഏറ്റവും മികച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ചത് ചോക്ലേറ്റ് ബോയ് എന്ന ആ പരിവേഷത്തിൽ നിന്നും രവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരനായ ഉദ്യോഗസ്ഥനായിട്ട് കീടിലം പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പഴയ ആ ഒരു വില്ലനിസം അദ്ദേഹത്തിന് ഇത്രയും ഇതുണ്ടെന്ന് അറിയാൻ പറ്റിയില്ല. കിടിലം. പിന്നെ അഥർവ സമരവീര്യമുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക മികവിൻ്റെ രവിചന്ദ്രൻ്റെ ഛായാഗ്രഹണം 1960-കളിലെ തമിഴ്നാടിനെ അതിൻ്റെ തനിമയത്തോടുകൂടി ഒപ്പിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെറ്റ് ഡിസൈൻ പഴയ റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ എൻജിൻ ഘടിപ്പിച്ച പഴയ കാലത്തെ ആ ഒരു റെയിൽവേയും അതോടൊപ്പം തന്നെ ചരിത്രപരമായ പ്രേക്ഷകരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേഷവിധാനങ്ങൾ, സാങ്കേതിക മികവ്, അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള പഴയ സ്റ്റീം എൻജിൻ ഉൾപ്പെടെയുള്ള സെറ്റ് വർക്കുകളൊക്കെ കിടിലമായിരുന്നു. 1964 അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ജി വി പ്രകാശിൻ്റെ ബീജിയും പാട്ടും വളരെ മനോഹരമായിട്ട് തന്നെ പോസിറ്റീവ് ഘടകങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ഘടകങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് നെഗറ്റീവ് പറയുവാനുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ഭാഗങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ട് ഇതിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ക്രിഞ്ചസ് ഉണ്ടെന്നേ. കാരണം ഈ ശ്രീലീലയും അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും കൃത്യമായിട്ടും ഒരു എന്താ പറയുക, ഒരു നാടകീയത കടന്നു വരുന്നുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചടിക്കും. അതോടൊപ്പം തന്നെ ലവ് ട്രാക്ക് ആദ്യ പകുതിയിലെ ശിവകാർത്തികേയനും അതോടൊപ്പം തന്നെ ശ്രീലീലയുടെ പ്രണയരംഗങ്ങളുണ്ടല്ലോ, പലയിടത്ത് എനിക്ക് ക്രിഞ്ചടിച്ച് ഈ സിനിമയുടെ വേഗത തന്നെ അതിനെ കുറയിച്ചിട്ടുണ്ട്, സ്ലോ ബിറ്റിലേക്ക് പോകാൻ കാരണം. അതോടൊപ്പം തന്നെ ശ്രീലീലയുടെ തമിഴ് ഡബ്ബിംഗ് ഉണ്ടല്ലോ, ഒട്ടും ഒരു സീനുകളിൽ പോലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയും കൂതറ എന്ന് പറയാം. പിന്നെ ഈ വലിയൊരു ചരിത്ര വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഒരു ചരിത്ര സിനിമയല്ലേ, അതോടൊപ്പം തന്നെ ഈ ചരിത്ര നായകന്മാരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള
പഴയ കാലത്ത് നമ്മുടെ പിന്നെ MGRന്റെ പരാശക്തി ആ വികാരങ്ങളെ ഇതിലേക്ക് പുതിയ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു 10% ഇതിലേക്ക് കടന്നു വരണ്ടേ? ഇതൊന്നും കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ചരിത്രപരമായിട്ട് തന്നെയുണ്ട്. ഭാഷയ്ക്കായി നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ അതിന് തമിഴർക്ക് ചിലപ്പോൾ അതൊരു വികാരമായിരിക്കും, പക്ഷെ മറ്റുള്ള സ്റ്റേറ്റ് ആൾക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു വിവേചനം അത് സൗത്ത് ഇന്ത്യയിൽ ആയിരുന്നാലും തമിഴനെ ആയിരുന്നാലും തെലുങ്കിനെ ആയിരുന്നാലും കന്നഡക്കാരനായിരുന്നാലും മലയാളി ആയിരുന്നാലും എല്ലാവരും ഉൾപ്പെടുത്തുമ്പോൾ അതൊക്കെ വളരെയധികം ക്രിഞ്ചായിട്ട് മറ്റു ഭാഷക്കാരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു നെഗറ്റീവായിട്ട് അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. ചരിത്രപരമായിട്ട് വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് മിസ്റ്റേക്ക്, നാടകീയതയുടെ അപ്പുറം ക്രിഞ്ച്, നാടകീയത, അങ്ങനെ പല സാധനങ്ങളും. എനിക്ക് ഈ സിനിമ പിന്നെ ഒരുപാട് ലാഗടിച്ചു എന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും ഒരു വട്ടം കാണാം, തമിഴർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ മലയാളിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.